ഹായ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പൂസേ, അപ്പൊ ഇന്ന് വളരെ സന്തോഷപ്പെട്ട ദിവസമായിട്ട് നമ്മള് രാത്രിയാണ് ഇന്നത്തെ വിശേഷം ഇൻട്രോ എടുക്കുന്നത്. വിശേഷമാണ് നമുക്ക് നമ്മളെ വയനാട്ടിൽ നമ്മളെ കാണാന് കുറച്ച് ഫാമിലി, നമ്മളെ എത്ര ഇഷ്ടപ്പെടുന്ന ഫാമിലി ഒന്നും പറയാൻ ഭയങ്കര ഷോക്കിലാണ് ഞങ്ങള്. ഇത്രയും ദൂരത്ത് നമ്മളെ കാണാൻ വരാൻ നമുക്ക് എന്താ പറയാ, ഒരു ഭക്ഷണമൊന്നും കരുതിയില്ല. സന്ധ്യ സമയല്ലേ, അതാണ് ഒരു ബുദ്ധിമുട്ട്, മനസ്സിന് ഇടങ്ങേറി. അപ്പൊ എന്താ പറയാ, അപ്പൊ നമുക്ക് ഒരു വന്ന വിശേഷം കാണാം അല്ലെ. ഇതാണ് ചേച്ചി സീര ചേച്ചി. ഞങ്ങൾ പ്രാർത്ഥന ബുദ്ധിമുട്ടായോ വരാൻ പറ്റില്ല. അപ്പഴും പറ്റിയില്ല. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാതെ അങ്ങോട്ട് വരെ ഇറങ്ങണം വിചാരിച്ചോ. ഇതിന്റെ ആങ്ങള, ഇത് ആങ്ങളന്റെ ഭാര്യ. എന്താ വിശേഷം? എപ്പോഴും പറയുമ്പോ സന്തോഷം കണ്ടത് എനിക്ക് ഷീന ചേച്ചിനെ മാത്രമേ അറിയുള്ളൂ പറയാൻ. എവിടെ വീട് പറഞ്ഞു? ഞങ്ങൾ വയനാട് കമന്റ് ഇടലുണ്ടോ? ഓ കമന്റ് ഇത് ആങ്ങളെ, ഇത് അച്ഛല്ലേ. എന്റെ പേരെന്താ? ദ്രോണ. അവന്റെ പേരെന്താ? എന്താ കൊടുക്കണമെന്നല്ല, നമ്മള് കുക്കിംഗ് ചെയ്യുന്ന സ്ഥലമൊക്കെ നേരിട്ട് കണ്ടല്ലോ നിങ്ങള്. കുക്കിംഗ് ചെയ്യുന്ന സ്ഥലമൊക്കെ നേരിട്ട് കാണാൻ. നിങ്ങൾ കമന്റ് ഇടില്ല. പിന്നെ ഷീന. എന്റെ പേരെന്താ? എന്താ പഠിക്കണേ? 8. അവിടെ ബത്തേരി. ചേച്ചി എന്താണ്? എവിടെ എവിടെയാണ്? ബത്തേരി. അതൊക്കെ മതിയെന്നേ, അതൊക്കെ മതിയേ. വരുന്നുണ്ടപ്പോ എന്താ ഹോട്ടലാണെങ്കിലോ? വാ, എന്റെ പേരെന്താ പറഞ്ഞേ? പറഞ്ഞെടുക്കേ. എന്താ ചെയ്യ നിങ്ങള്? ജ്വല്ലറി. എവിടെ? ജോസ്. വരുമ്പോ കാണാങ്ങള് വരും. പത്തരക്ക് വരണ്ടേ? എന്താ എന്താണ് സ്ഥലത്തിന്റെ പേര്? പറഞ്ഞടിക്കാൻ പാട് അറിയില്ല. ഒരു പാട്ട് ഒരു പാട്ട് ചെല്ലാം. പാടോ? വിശേഷത്തില് കാണാം നാളെ. പാട്. നാളെ വിശേഷത്തില് കാണാം. അറിയണത് പാടേ ചെല്ല. രണ്ടുപേരും പാടേ ഇല്ല. ആ ഏതിനും പാടേ. നേരം പാടേ. നേരം നോക്കെ. എന്നാ പോയി പാട്ടടിക്ക. ഒരു പാട്ട് പാടേ. പാടാന് ഇല്ല. അങ്ങ് വാനക്കോണില് മുന്നിൽ നിന്നൊരമ്പിളി, അമ്പിളി കലക്കുള്ളില് ചോര കൺമുയൽ. ഇത്രയും
എനിക്കറിയും. ആ മതി ഉഷാറായിട്ട്. അപ്പൊ കൈ ഒട്ടി കൊടുക്കടാ, പാടൊന്നും പാടി കൊടുക്ക്. ഒരു പട്ടടിക്ക പാട്. ഇല്ല. എന്ത് പാട്ട് പാട്? ഓന്റെ പേര് അപ്പ പൊട്ടു അമ്മ വേറെ ക്ലാസ്സിൽ തരട്ടെ. ഇവിടെ വെച്ച്. പൊട്ടിക്കരുതേ. പൊട്ടുട്ടോ. ഒരു ഹായ് പറഞ്ഞ, ഹായ് പറ, ഹായ് പറ. ഒപ്പം പറയാം. ഇല്ലേ? ഹായ് പറ, ഹായ് പറ. ഹായ് ഗൈസ് പറ. അപ്പോ രണ്ട് ഡയലോഗ് പറടാ. രണ്ട് ഡയലോഗ് പറ. അപ്പോ പറ. ഡയലോഗ് അറിയില്ല. അപ്പൂസേ പൊട്ടോ അമ്മമ്മേന്റെ പറ്റേ ഏതാ അമ്മമ്മ? ഉമ്മമ്മ. തന്നെ ആ ഉമ്മമ്മേന്റെ പൊട്ട് കാണുന്നു. ഇതെടുത്തോ. രസല്ലേ. ഉമ്മൂമ്മേന്റെ അല്ല, അത് ആന്റീന്റെയാ. ആന്റീന്റെ പൊട്ട ആന്റിക്ക് കൊടുത്തേക്ക്. ഇല്ല ആന്റി കഴിയും. ഇല്ല എനിക്ക് തൊട്ടോ, എനിക്ക് തൊട്ടോ. പാട്ടിടാൻ കിട്ടല്ലോ അവനെ. ഇന്ദുവിന്റെ അമ്മേന്റെ ഒരു പാട്ടും കൂടി കേട്ടിട്ട് പോരെ. അമ്മ നല്ല അമ്മ പാട്ട് പാടുവോ? പാടും. ഇല്ല വെറുതെ പറയൂ. ഞങ്ങള് ഈ പാട്ട് പറ. എനിക്ക് തൊണ്ടയ്ക്ക് പാട്ട് പാടാൻ അറിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താൻ ഞാൻ തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താൻ ഞാൻ കണ്ണാ 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 അടിപൊളി, അടിപൊളി. ഇതാണ് അറിയില്ല പറഞ്ഞത്. ഒക്കെ തൊണ്ട ഇതായിട്ട് കേടുന്നുണ്ട്. ആ. കണ്ട് 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 നീ വരുമ്പോ നീ പാട്ടോ അങ്ങോട്ടേക്ക് ഓക്കേ, പാട്ടോ. സന്തോഷ് ഭായി. കാണാം. വരുമ്പോ വിളിക്ക്. നമ്പർ ഇവിടെ എടുത്ത് കേട്ടോ. ഇതാ വയനാട് വാ. എന്നത്തെ ഇതിലുണ്ടോ? രണ്ടമ്മയും കൊടുത്തു. ഇന്നത്തെ വേലൊന്നും ഞാൻ നോക്കില്ലല്ലോ. ആക്കാൻ പറ്റി. എന്റെ മുഖച്ചായ ശരിട്ടോ. ഭക്ഷണം പോയിന്ന് കരുതിയില്ല. ഞങ്ങൾ അവിടെ അടുത്തേക്കരുത്. ഞങ്ങളെ ഈ സമയത്ത് വരാറുണ്ട് ഭക്ഷണം കഴിക്കുന്നില്ലേ? വരുന്നുണ്ടമ്മ ഭക്ഷണം കഴിച്ചിട്ടേ പോകും. ഒരു ദിവസം കൂടിയിട്ടേ പോകും. പോണ്ടാന്ന് പറഞ്ഞിട്ട് അതാ നേരമായത്. അപ്പൊ ഇവന് നാളെ ഷോപ്പ് തുറക്കണം. ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് നാളെ അവരൊക്കെ ലീവ് വരും. മാനേജറാ. അപ്പൊ തുറന്നില്ലെങ്കിൽ മോശമല്ലേ, അണ്ണാന്റെ കഞ്ഞിയല്ലേ. ശരിന്നാ വരാൻ പറയല്ലോ നമ്മുടെ നാട്ടിലേക്ക്. വരാൻ പറയും അങ്ങോട്ട്. ഇഷ്ടപ്പെട്ടോ? വയനാട്ടിലേക്ക് വരണം. ശരി, ഓക്കെ, എന്നാ വരുമ്പോ കാണാം. ഓക്കെ, ബൈ. ഓക്കെ, കണ്ടത് സന്തോഷം. എന്തായാലും ഒന്നും കൂടെ വരും. ആയിക്കോട്ടെ. എന്ത് ചാറ്റ് വിളിക്ക്? ചാറ്റ് വിളിക്കുന്നു. അമ്മ നോക്കട്ടോ. നമ്മള് വിരുന്നേരൊന്ന് പോയി. വളരെ സന്തോഷം. അതെ നമ്മളിന്നിപ്പോ വരൂല കടി നമ്മളെ പണിയും ഭക്ഷണം ഉണ്ടാക്കിയ ചെയ്യുന്നു. അവര് വരും, ചിലപ്പോ വരാൻ ചാൻസ് ഇല്ലാന്ന് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് വയനാട്ടിൽ നിന്നാണ് വന്നത് അല്ലേ? ചേച്ചിയുടെ സത്യം പറഞ്ഞ ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മളെ മുന്നേ പിന്നെ ഇതാണ് ഹോട്ടലാണെന്നൊക്കെ പറഞ്ഞല്ലേ. അതെ, നമ്മള് മുന്നേ വീഡിയോ കോൾ ചെയ്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. അന്ന് കൊറേ നേരം വർത്താനം പറഞ്ഞിട്ടുണ്ട്.
പശു ഉണ്ട് എല്ലാം പറഞ്ഞു. ഇപ്പോഴാണ് ഞാനാണ് എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇന്നലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വരണ്ട്, ഞങ്ങൾ ഇങ്ങനെ ഇതിന് വരുന്നുണ്ട് എന്ന്. പക്ഷെ സമയത്തിനനുസരിച്ച് ഇപ്പൊ നോക്കുള്ളൂ. ഇന്നും അതേപോലെ തന്നെ പറഞ്ഞു ഇന്ന് വരലുണ്ടാവില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. ഇന്നലെ നമ്മളെ പറയാൻ വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് വിളിച്ചപ്പോൾ പ്രാർത്ഥനയിലായിരുന്നു. കഴിഞ്ഞപ്പോ നമ്മളെ വീടിന്റെ ഞാൻ ലൊക്കേഷൻ മാപ്പ് ഇട്ട് കൊടുത്തത് ഒരു ഇങ്ങോട്ട് എത്തി. ചോദിച്ചറിഞ്ഞു വന്ന് വന്നില്ലേ വയനാടുള്ള ആൾക്കാർ ഇനി നമുക്ക് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലാരും നമ്മളെ വരുമ്പോ നമ്മളെ ആരൊക്കെയായി മാറണേ. കുട്ടികളായാലും കുട്ടികൾക്കൊക്കെ ഒരു പേരോട് വരുന്നുണ്ട്. നമുക്ക് പറഞ്ഞറിയാൻ പറ്റുന്ന സന്തോഷാണ്. പിന്നെന്താളേ ഇത്രയും പ്രതീക്ഷിക്കാത്ത ഇത്രയും ഓരോ ആൾക്കാരും നമ്മളെ കുടുംബക്കാരായി ഇത് മാറുകയാണ്. ലാസ്റ്റ് ആരൊക്കെയോ ആയി ആരുമില്ലാത്ത എല്ലാ വീഡിയോസിലും നമ്മൾ പറയണാണ്. അതാണ് എല്ലാ വീഡിയോസിലും പറയണാണ്. ഇതിൽ വന്നിട്ടാണ് നമുക്ക് ഇത്രയും ബന്ധം കിട്ടിയത്. ഓർക്കാൻ പറ്റുന്നില്ല ഈ ബന്ധങ്ങളെ ഇത്രത്തോളം. ഈ ബന്ധത്തിന്റെ ഒരു വലുപ്പം എത്രയും നമുക്ക് പറയാം. അതാണ് എത്ര ലക്ഷങ്ങൾ ആൾക്കാരുണ്ട് നമുക്ക് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര്. എന്തോ ഒരു സന്തോഷല്ലേ കണ്ടിട്ട്. അതാണ് നമുക്ക് സന്തോഷം ഇങ്ങനെ പോയാൽ മതി. അതാ പറയണേ നമ്മളെ സ്നേഹിക്കാൻ ആൾക്കാര് നമ്മളെ ഇങ്ങനെയൊക്കെ നമ്മളോട് പറയുമ്പോ വരുമ്പോ നമുക്ക് നമ്മളുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് മറക്കല്ലേ. അതാണ് നമ്മളെ സ്നേഹിച്ച് നമ്മളെ തേടി നമ്മളെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മളെ കാണാൻ അപ്പൊ നമ്മള് ഭാഗ്യമുള്ള ആൾക്കാർ തന്നെയാണ്. ഇല്ലാതെ അപ്പൊ നമുക്ക് ഇത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, ഒന്നും പറ്റില്ല. നമ്മള് ഭക്ഷണം ഉണ്ടാക്കാത്തത് ഇനി ചേച്ചി ശിജിക്ക് പെട്ടെന്ന് ആയതുകൊണ്ട് അറിയില്ലേ എന്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെടി കുഴിച്ചിടാൻ നല്ല വിലയെടുപ്പുള്ള സാധനമാണല്ലോ. നമ്മളെ ചോദിച്ചപ്പോ അന്ന് റേറ്റ് എന്താ പറഞ്ഞ നമ്മളോട്. ഈ ചേച്ചിന്റെ ഓർമ്മ നല്ലൊരു ചെടിയിൽ കുഴിച്ചിരുന്നു. അമ്മ ഇത് നമുക്ക് ഉള്ളിൽ വെക്കാം. ഉള്ളിലേക്ക് ഭംഗിയുള്ളത് അത് പുറത്ത് വെക്കണ്ട. ഇത് ഒന്നോ രണ്ടെണ്ണ അയക്കറിയില്ല. അല്ല ഒന്നിന് വേണ്ട. ഇതിലെങ്ങനെ മണ്ണറിയില്ലല്ലേ. പക്ഷെ നമ്മളെന്താ വെച്ചാലേ നമ്മൾ ആര് കൊടുത്താലും എന്തും കാണിക്കട്ടോ. അപ്പൊ നമ്മള് മറച്ചു വെക്കൂല. എന്താ ഇപ്പൊ വലുതിലെ അതിന്റെ വലുതിലെ എന്തല്ലേ ഇത് കൊറേ ഉണ്ടല്ലോ. അപ്പൊ നമ്മളെ വീട് എല്ലേത് ഇല്ലാത്ത നോക്കി മേടിച്ചോടുന്നാണ്. എല്ലേതും ഉണ്ട് നമ്മളെ വീട്ടില് അല്ലേ. ചെടിയൊക്കെ ഉണ്ട് ഉള്ളിൽ വെക്കണ മാത്രല്ല കണ്ടറിഞ്ഞ് കൊണ്ടുവന്നുണ്ട് ചേച്ചി അല്ലേ. എല്ലാ സാധനം നമുക്ക് വീടിന്റെ ഉള്ളിലുണ്ട്. ഇല്ല അത് നോക്കി കൊണ്ടുവന്നാ പോയി. എന്താ കൊണ്ടുവരണ്ടെന്ന് കൺഫ്യൂഷനാണ് അതിന്. വളരെ സന്തോഷം കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഇനി രാത്രി ആയിട്ടുണ്ട്. നമുക്ക് ഇനി നാളെ എന്തായാലും നമുക്ക് ഉണ്ടാക്കാം അല്ലെ. ഇപ്പൊ ഞാൻ കുക്കിങ് ചെയ്യാൻ സമയമല്ല. അപ്പൊ ഏതായാലും ഇപ്പൊ തന്നെ ഇനിയിപ്പോ രാവിലെ കാണാം. ശേഷം നമ്മളെ വീടിന്റെ ഉള്ളിൽ തന്നെ ഫുള്ളായിട്ട് രാത്രി ആയതുകൊണ്ട് നമുക്കൊന്ന് പുറത്തിറങ്ങാത്ത വിശേഷം. രാത്രി ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയില്ലല്ലോ. അപ്പൂസ് കല്യാണ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നെയ്ച്ചോറും ചിക്കനും ഉണ്ടായിരുന്നു. അതാണ് അമ്മയ്ക്ക് കൊണ്ടുവന്നതായിരുന്നു. അതുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ ചോറ് അമ്മ ചോറാ തരണേ. ഇന്നത്തെ രജിസ്റ്റർ ചെയ്ത രാത്രി ഇവര് വന്നത്. നമുക്ക് കുഴക്കേണ്ടല്ലേ. ആ അക്കി കാര്യമായിട്ട് വല്ല വേണ്ട. നിങ്ങൾ എന്ത് ദോശയൊക്കെ കുഴക്കണ്ടല്ലോ. ദോശ എങ്ങനെ ഉണ്ടാക്കി ചേച്ചി? അത് നാളികേരം ചിരകിട്ടതാണ്. അരിപ്പൊടിയിൽ കലക്കിയിട്ട് നാളികേരം ചിരകിട്ടിട്ട് ദോശ ഉണ്ടാക്കിയ രാവിലെ. പിന്നെ കൊഴക്കട്ട രാവിലെ കൊഴക്കട്ട ഉണ്ടായിരുന്നു. ഉണ്ടാക്കിയ വീഡിയോ നമ്മൾ ചെയ്തല്ലേ കൊഴക്കട്ട ഉണ്ടാക്കിയത്? ചെയ്തില്ല. അപ്പൊ അത് ചെയ്തിട്ടുണ്ട്. കൊഴക്കട്ട ഉണ്ടാക്കണ ചെയ്തില്ലേ? എന്താ കുഴക്കേണ്ടത്? ഇത് ഏത് കൊഴക്കട്ടെ അമ്മ? ഇത് നമ്മള് ജീരകണ്ടല്ലോ. ആ ജീരകം ഉള്ളിയൊക്കെ ഇട്ട് അരിഞ്ഞിട്ടിട്ട് ഉണ്ടാക്കി. ജീരകം ചേർക്കുന്നുണ്ട്. നാളികേരം ചേർത്തില്ല. ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. ജീരകം കൂട്ടിയിട്ട് ഉള്ളി പിന്നെ നമ്മൾ കരിഞ്ഞ് വറവിട്ട്. പ്രവീണേട്ടുണ്ട് നമ്മളെ കണ്ണൂരിലെ. ഇപ്പൊ സൗദിയിലാണ്. നമ്മള് കോണ്ടാക്ട് ഉണ്ട്. എന്നും കോണ്ടാക്ട് ചെയ്തപ്പോ കുറച്ച് ദിവസമായിട്ട് ആൾക്ക് നോമ്പൊക്കെ ആയിട്ട് തിരക്കില്ല. അപ്പൊ ഇന്ന് വന്നിട്ടുണ്ട്.
സംസാരിച്ചു. ഇപ്പൊ അവള് വന്നതാണ് നമ്മളോട് ഇത് ഉണ്ടാക്കാന് ഫസ്റ്റ് നല്ലതാണ്. തൊട്ടുള്ള ബന്ധല്ലേ ഫസ്റ്റ് തൊട്ടുള്ള ബന്ധ നമ്മളെ വിശേഷം തുടങ്ങുന്ന പലപ്പോഴും തൊട്ടുള്ള ബന്ധ. അന്ന് തൊട്ടുള്ള ആൾക്കാര് നമ്മുടെ അടുത്ത് ഇന്നും ഉണ്ട്, നമ്മുടെ അടുത്ത് പോയിട്ടുണ്ടെന്നു. അതെന്തുള്ള പച്ചവെള്ളം അപ്പൊ ചട്ടി പിടിച്ചിട്ട് അപ്പൊ ചട്ടി പിടിച്ചിട്ട് മുഖത്ത് കരിയുണ്ട്. മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടത് കഴിഞ്ഞത് കോവയ്ക്കല്ലേ അത് കഴിഞ്ഞു. അത് ഫുള്ള് കഴിഞ്ഞു. അപ്പൊ എന്റെ ലോട്ടുള്ള അതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ ഇത് പറ്റില്ല. ഞാൻ ഇതാ പോട്ടെ നിന്റെ ഇല തരാണോ? എന്നാ കുറച്ചിട്ടോ. അത് ചിക്കൻ വേണമെങ്കിൽ എന്താ രസല്ലേ. എനിക്കത് കഴിക്കുക. ഇപ്പൊ എവിടെയെങ്കിലും കോഴക്കവള്ളി കാണാണെന്ന് വെച്ച് വെച്ചോണ്ട് അത്രയും ടേസ്റ്റാണ്. ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട. ഞാനത് കൂട്ടി ചെറുങ്ങനെ പപ്പടം ഉണ്ട്. ഇന്നലത്തെ സാമ്പാറുണ്ട്. ഇനിയും കേടുന്നിട്ടില്ല. ഇവിടെ കോഴക്കട കിടക്കണം കേട്ടോ. നാളെ തന്നെ തന്നെ തിന്നണത് നല്ല. ഇതൊക്കെ നല്ലതേ. പക്ഷെ ഇലയില് ഏറ്റയ്ക്ക് വെച്ച് മുരിങ്ങി മത്തൻ്റെല് അല്ലേ, ഒരു മത്തനേക്കാട് നല്ല രസം തോന്നുന്നു. വൈപ്പ് കൂട്ടില്ല ശരി തന്നെ മത്തനേക്കാട് രസം ടേസ്റ്റാ. നല്ലതാ, നല്ല രസമുണ്ട്. കാരണം ഒരു മുരിങ്ങയൊക്കെ വെച്ചാൽ തന്നെ ഒരു കയ്പ്പൊക്കെ ഉണ്ടാവും. ഇത് കയ്പില്ല. പിന്നെ നമ്മളെ വീട്ടില് സൈമൺ സാഞ്ചീര ഉണ്ടായിരുന്നു. പഴയ വീഡിയോസിലൊക്കെ നമ്മള് ഒക്കെ വെട്ടിപ്പോയി കുഴിച്ചിരുന്നു. അത് തിന്നാനും പാടില്ല പറഞ്ഞില്ലാരോ. തിന്നും വേണ്ട. അതിന്റെ ഇത് തിളപ്പിച്ച് വെച്ചിട്ടാണ്. ഇതൊക്കെ ആരെ തിന്നെ പഴം ഒരു കുട്ടികൾക്ക് നമ്മള് കൊണ്ട വർഷം അവർ കൊണ്ടുപോയില്ല. എപ്പോഴും എത്താമല്ലോ അവിടെ. 5 മണിക്കൂർ യാത്ര വേണം പറഞ്ഞു. ഇപ്പൊ യാത്ര ചെയ്യാണെന്ന് ഇപ്പൊ നമ്മളൊരു ബന്ധമാരി ആയതുകൊണ്ട് നമുക്ക് ടെൻഷൻ, മനസ്സിന്റെ ഉള്ളില് ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. രാത്രി ആവുമ്പോഴേ പകലൊന്നും പ്രശ്നമില്ല. ചുരം കേറിയൊക്കെ പോണ്ടേ? പോണ ഒരു അരീക്കോട് മുക്കം പിന്നെ ചുരം കയറിയിട്ടാ അവര് പോണത്. ഇത് കൂടെ ആനൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് നമ്മളിവിടെ 7 മണിയായി പുറത്തിറങ്ങൂല. രാത്രി പോവാനാ സുഖേ, വെയിലുമില്ല. നമുക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്താ വെച്ചാൽ ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല. അതാണ് ചോറുണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. വൈകിയാലും വരുന്ന് പറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കിയതിന്നു. പിന്നെ ഇതുവരെ ആര് വന്നാലും ഭക്ഷണം കൊടുക്കാൻ വിട്ടില്ല. നമ്മള് വിട്ടിട്ടില്ല. അത് നമുക്ക് ഭയങ്കര ടെൻഷനായി. അപ്പൊ പിന്നെ ഭാഗ്യത്തിന് ഇനി വരുമ്പോ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ടാങ്ക് പിന്നെ ഒരു ഫുഡ് കഴിച്ച പേരാണ്. അപ്പൊ എന്താ വളരെ സന്തോഷപ്പെട്ട ദിവസമായിരുന്നു അല്ലേ. നമ്മളാരൊക്കെ വന്നു പോയി. അതാണ് 2 കുട്ടികളും കുറച്ചു നേരം ഭയങ്കര സന്തോഷം. ചെറിയ 2 എല്ലാരും വന്ന് അല്ലെ, നമ്മളെ വീട്ടിലെല്ലാരും നമ്മളെ പെങ്ങന്മാരും കുട്ടികളൊക്കെ വരുന്ന പോലെ എല്ലാരും വന്ന് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. വിഷുവിന്റെ അന്ന് ഇങ്ങനെയൊന്നല്ല, ആരും വന്നിട്ടേ നല്ല ഒച്ചമായിരുന്നു. പിന്നെ പോയി എല്ലാരും ഒപ്പടെ പോയി. ഇപ്പൊ ഞങ്ങള് പറഞ്ഞാൽ നിർത്തൂല കേട്ടോ. അതാണ് ഞങ്ങൾ ഇനി കുറച്ചു നേരം ഞങ്ങള് മറുത്ത് വർത്താനം പറയും. ഉമ്മറെന്ന് പറഞ്ഞാല് നമ്മളെ കൊല്ലായില് വർത്താനം പറഞ്ഞിരിക്കും. അപ്പൊ എന്നാലും ഇനി നാളെ വേറെ വിശേഷമായിട്ട് വരട്ടോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.